മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാണെന്ന് രാവിലെ ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ബജറ്റ് അവതരിപ്പിക്കുക. ആദായ നികുതിയിൽ മാറ്റമടക്കം ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. അല്ലെ, വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് രാധാകൃഷ്ണനാണ്. ആർക്കെ കഴിഞ്ഞ 6 തവണയും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ വളരെ സ്വതന്ത്രമായി ബജറ്റ് അവതരിപ്പിക്കാൻ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലായിരുന്നു നിർമ്മല സീതാരാമന്. പക്ഷേ ഇത്തവണ ചന്ദ്രബാബു നായിഡു ഒരു വശത്ത്, നിതീഷ് കുമാർ ഒരു വശത്ത്, അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ ഒരു വശത്ത്, അതുകൊണ്ട് തന്നെ ഈ ഘടകകക്ഷികളെ കൂടി തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. തൊഴിലില്ലായ്മ, സാമ്പത്തിക അസമത്വം തുടങ്ങിയ എക്കണോമിക് സർവേയിൽ പറയുന്ന വെല്ലുവിളികളുണ്ട്. ഏത് തരത്തിലായിരിക്കും അപ്പോൾ ബജറ്റ് അവതരണം? ഒരു ജനപ്രിയ ബജറ്റ് പ്രതീക്ഷിക്കാമോ? ക്രിസ്റ്റീന, ഈ അടിസ്ഥാന സൂചകങ്ങൾ ശക്തമാണ് എന്ന് പറയുമ്പോഴും ആ അടിസ്ഥാന സൂചകങ്ങൾ എത്ര നാൾ ശക്തമായി നിൽക്കും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തതയില്ലായ്മ ഒരുപക്ഷെ ഇന്നലെ നമ്മൾ കണ്ട സാമ്പത്തിക സർവേയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഫലത്തിൽ പറയുന്ന സൂചകങ്ങളെല്ലാം അനുകൂലവും രാജ്യത്തെ വലിയ സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിലേക്ക് നയിക്കാൻ പ്രാപ്തവുമാണ് എന്ന് പറയുന്ന ഘട്ടത്തിലും ഈ സൂചകങ്ങളെ ഏതൊക്കെ ഘടകങ്ങളുടെ ആശ്രയത്തിൽ അഥവാ ഏതെങ്കിലും ഘടകങ്ങളിൽ ഒരു പ്രതിഫലനമുണ്ടായാൽ, ഉദാഹരണത്തിന് കാലാവസ്ഥ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യവസായ മേഖല, അത് അങ്ങനെയുള്ള മേഖലകളിൽ ഏതെങ്കിലും ഒരു ചലനം, പ്രതികൂല ചലനം ഉണ്ടായാൽ ഈ ഘടകങ്ങളെല്ലാം മാറിമറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് തന്നെ വളർച്ചാ സൂചികയുടെ കാര്യത്തിൽ പോലും 6.5 മുതൽ മാത്രം 7 വരെ മാത്രമാണ് അടുത്ത സാമ്പത്തിക വർഷം, ഈ നടപ്പ് സാമ്പത്തിക വർഷം ഇതിന്റെ ഒരു വളർച്ചാ നിരക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക എന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു അലർട്ടാണ്, ഒരു മുന്നറിയിപ്പാണ്. ഇത് മുന്നിൽ നിർത്തിക്കൊണ്ട് മാത്രമേ ധനമന്ത്രി നിർമ്മല സീതാരാമന് പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ട് സാധിക്കൂ. തീർച്ചയായിട്ടും ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ വസ്തുതയാണ്. കാരണം വ്യത്യസ്തങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. മുൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് BJPക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടായിട്ടുള്ള മഹാരാഷ്ട്ര, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് ഈ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ച് തിരിച്ചുവരവിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒപ്പിക്കുക എന്നുള്ളത് ഈ അനുകൂലമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തിയാൽ മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇടത്തരക്കാരെ അനുകൂലിക്കുന്ന അഥവാ മുൻ ബഡ്ജറ്റുകളിൽ ഇടത്തരക്കാർക്ക് അനുകൂലമല്ലാതെ പ്രഖ്യാപിച്ചു പോയ കോർപ്പറേറ്റ് അനുകൂലമായിട്ടുള്ള നിലപാടുകളിൽ ചിലതിലെങ്കിലും മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഞാൻ നിൽക്കുന്നത് ധനമന്ത്രാലയത്തിന് മുന്നിലാണ്. അല്പസമയത്തിനകം ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവരുടെ ബഡ്ജറ്റ് അവതരണത്തിന് മുന്നോടിയായിട്ട് ധനമന്ത്രാലയത്തിൽ എത്തും. ഇവിടെ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും ധനമന്ത്രി ഈ ബഡ്ജറ്റ് അവതരണത്തിന് വേണ്ടിയിട്ട് പോകുന്നത്. ധനമന്ത്രി ഉദ്യോഗസ്ഥരുമായിട്ടുള്ള കൂടിയാലോചന കഴിഞ്ഞാൽ രാഷ്ട്രപതിയെ കാണും. രാഷ്ട്രപതിയെ കണ്ടു കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റ് കേന്ദ്രമന്ത്രിസഭയ്ക്ക് മുമ്പാകെ വയ്ക്കും. കേന്ദ്രമന്ത്രിസഭ ഈ ബഡ്ജറ്റ് അംഗീകരിക്കണം. അതിനുശേഷമായിരിക്കും പാർലമെന്റിലേക്ക് നിർമ്മല സീതാരാമൻ എത്തുന്നത്, ലോക്സഭയിലേക്ക് എത്തുന്നത്. അവിടെയായിരിക്കും ബഡ്ജറ്റ് അവതരണം നടത്തുക. മുൻ വർഷങ്ങളെ പോലെ തന്നെ ഏതാണ്ട് 2 മണിക്കൂറിനോടടുത്ത ഒരു ബഡ്ജറ്റ് വായനയായിരിക്കും നിർമ്മല സീതാരാമന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. വ്യത്യസ്ത മേഖലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാർഷിക മേഖലയ്ക്കും വ്യാവസായിക മേഖലയ്ക്കും പ്രാധാന്യം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. നികുതി ഘടനയുമായി ബന്ധപ്പെട്ടിട്ട്, ആദായ നികുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ ശ്രവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. ഇന്നലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ച ഘട്ടത്തിൽ അമൃതകാലത്തെ ബഡ്ജറ്റാണ്, ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതായിരിക്കും അത് എന്ന വിധത്തിലുള്ള ഒരു സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടത്തരക്കാരനെ സംബന്ധിച്ച് പ്രോത്സാഹന ജനകമായിട്ടുള്ളതും വിപണിയിൽ പണം ലഭ്യത ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രതീക്ഷയിലാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ ഒരു ജനപ്രിയ ബജറ്റിനുള്ള സാധ്യതകൾ പലതാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ ഘടകകക്ഷികൾ അത്രയും ശക്തമായ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർക്ക് അനുകൂലമായ രീതിയിൽ കൊണ്ടുപോകാതെ പറ്റില്ല. അതോടൊപ്പം തന്നെ ഈ അടിസ്ഥാന സൗകര്യ വികസനം, റെയിൽവേ, ഒപ്പം തന്നെ വനിതകൾക്ക് ആവശ്യമായ MSME, ഇതിലൊക്കെ ഏത് രീതിയിൽ, അതുപോലെ നികുതി ഇളവ് പ്രത്യേകം എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഇതിലൊക്കെ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും, അത് നമുക്ക് അനുകൂല ഘടകമാകുമോ? ഇതൊക്കെ തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അല്ലേ? അതെ.